ആദ്യകാല കേരളത്തിൻ്റെ വാതിൽ തുറക്കുകയാണ് ചേന്ദമംഗലം. മതമൈത്രിയുടെ ഇരിപ്പിടം, മതമൈത്രിയുടെ സംഗമസ്ഥാനം. അമ്പലം, ദേവാലയം, പള്ളി, സിനഗോഗ്, കാലം ഇവിടെ നമിക്കുന്നു. എറണാകുളം ജില്ലയിലെ ചേന്ദമംഗലം ഒരു ഗ്രാമപഞ്ചായത്ത് മാത്രമല്ല, മൂല്യങ്ങളെ അമൂല്യങ്ങളായി കാണാൻ പഠിപ്പിച്ച കൈമാറ്റ ചന്തകൾ, വിശ്വസ്തതയുടെ അടയാള രൂപങ്ങളായി മാറിയ പാലിയം ഗ്രാമം. കാലം ഇവിടെ നമിക്കുന്നു. ചരിത്രവും പൈതൃകവും ശ്വസിക്കുന്ന ഗ്രാമമാണ് ചേന്ദമംഗലം. പാലിയം കൊട്ടാരത്തിന്റെ രാജകീയത, മാറ്റച്ചന്തയുടെ ജനകീയത, ചവിട്ടു നാടകത്തിന്റെ കലാസൗന്ദര്യം, കൈത്തറിയുടെ പാരമ്പര്യം എല്ലാം ചേർന്ന് വിനോദസഞ്ചാര ഭൂപടത്തിൽ ചേന്ദമംഗലത്തെ ഉയർത്തി നിർത്തുന്നു. ഈ പൈതൃകത്തിനൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ അടിസ്ഥാന സൗകര്യങ്ങളിലും വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും പരിസ്ഥിതി സംരക്ഷണത്തിലും തുടങ്ങി എല്ലാ മേഖലകളിലും പുതുവഴികൾ തുറന്നുകൊണ്ടിരിക്കുന്നു. ഇതിഹാസവും നവോത്ഥാനവും കൈകോർക്കുന്ന ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന യാത്രയുടെ വിജയഗാഥ കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ സമർപ്പിക്കുന്നു. നമസ്കാരം, ഞാൻ ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വൻ. 2023 ജനുവരി 24 തീയതിയാണ് ഞാൻ പ്രസിഡന്റായിട്ട് അധികാരമേറ്റത്. കഴിഞ്ഞ 2010 മുതൽ പഞ്ചായത്തിന്റെ മെമ്പറായിട്ട് ആണ് ഈ പഞ്ചായത്തിൽ ഞാൻ ആദ്യമായിട്ട് എത്തുന്നത്. തുടർന്ന് അന്ന് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. തുടർന്ന് 2015-20 കാലഘട്ടത്തിലും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് ഈ പഞ്ചായത്തിൽ തന്നെ മെമ്പറായിട്ട് തുടർന്നു വരുന്നു. തുടർന്ന് 2020-25 കാലഘട്ടത്തിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. 2023 പ്രസിഡന്റായി സ്ഥാനമേറ്റു. ചരിത്രമുറങ്ങുന്ന ചേന്ദമംഗലം കൊച്ചി രാജാവിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്ന പാലിയത്തച്ഛന്മാർ നാടുവാണിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ചേന്ദമംഗലം. പ്രശസ്തരായിരുന്ന കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്ന പ്രധാനപ്പെട്ട പാലിയത്തച്ഛന്മാരുടെ കാലഘട്ടത്തിൽ അടങ്ങുന്നതാണ് പ്രധാന ഗ്രാമമാണ് ഈ ചേന്ദമംഗലം. പ്രിയമുള്ളവരെ, ചേന്ദമംഗലം എന്ന എൻ്റെ ഗ്രാമത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. ചേന്ദമംഗലത്ത് ജനിക്കാനും ഇവിടെ ജീവിക്കാനും കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷവുമുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, കേരളത്തിലെ ഏറ്റവും അതിപ്രശസ്തമായ ഒരു ഗ്രാമപഞ്ചായത്താണ് ചേന്ദമംഗലം. പാലിയത്തച്ഛന്മാരുടെ കാലം മുതലേ പ്രസിദ്ധമായ നാട്. പൈതൃകപരമായി ഒരുപാട് സാമ്പത്തിക കൊണ്ടുവന്ന കള്ളുചെത്തുകാരുടെ ഗ്രാമം. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് തൊഴിൽ നൽകാൻ അവസരം നൽകിയ ചേന്ദമംഗലം കൈത്തറിയുടെ ഗ്രാമം. ഇത് ഈ ഒരു കാലഘട്ടത്ത് പൈതൃകപരമായി തന്നെ സൃഷ്ടിച്ചെടുത്ത വിവിധ തരങ്ങളിലുള്ള കച്ചവട സ്ഥാപനങ്ങളാണ്. പപ്പടം മുതൽ ആയുർവേദ മരുന്ന് വരെ ഈ കടകളിൽ നിന്ന് നമുക്ക് ലഭിക്കുവായി. ആയുർവേദ മരുന്നിനൊക്കെ നിത്യവനും മിക്കവാറും വൈകുന്നേരങ്ങളിൽ ഒരുപാട് പേർ ആയുർവേദ മരുന്നുകൾ വാങ്ങാൻ ഈ കടകളിൽ എത്തുകയാണ്. അതുപോലെ തന്നെ സ്വർണ്ണപ്പണിക്കാർ, പപ്പടം ഉണ്ടാക്കുന്നവർ, ഈ കരകൗശല ജീവനക്കാർ, കൊല്ലന്മാർ, ഇവെല്ലാം ഈ തഴപ്പായ നെയ്ത്തുകാർ എല്ലാം ഈ കടകളിൽ തന്നെ സമൃദ്ധമായി ഉണ്ടായിരുന്ന ഒരു പൂർവ്വകാലം ഉണ്ടായിരുന്നു. പിന്നീട് അതെല്ലാം നശിച്ചുപോയെങ്കിലും ഇപ്പോ മുസ്രീസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ 2001 മുതൽ മുസ്രീസ് പൈതൃക പദ്ധതിക്കാരാണ് ഈ സ്ഥാപനങ്ങളെല്ലാം പുനഃസൃഷ്ടിച്ചത്, പഴയതുപോലെയാക്കിയത്. ഈ താക്കോലുകൾ നോക്കൂ, ഇതൊരു പുതിയ ഇന്നത്തെ താക്കോലുകളല്ല. ഇന്നാണെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള താക്കോലുകളാണെങ്കിൽ പഴയ കാലത്തുള്ള ആ അടച്ചറപ്പോട് കൂടിയുള്ള നിലവരകളും വലിയ കമ്പിയിട്ടുള്ള പൂട്ടുകളും എല്ലാമാണ് ഈ പൈതൃകമായി ഇതിന്റെ പ്രത്യേകത തന്നെ. ചരിത്രപ്രസിദ്ധമായ മാറ്റച്ചന്തയും ഈ ഗ്രാമത്തിന്റെ പ്രത്യേകതയാണ്. കൈത്തറിയുടെ നാടായ ചേന്ദമംഗലത്തെ കുറിച്ച് കേരളത്തിലെന്നല്ല ലോകത്തിലെ പ്രസിദ്ധമായ ചേന്ദമംഗലം കൈത്തറിയുടെ മുണ്ടുകൾ വിവിധ ഭാഗങ്ങളിലേക്ക് ഓണക്കാലത്തും വിഷുക്കാലത്തും കൊണ്ടുപോകുന്നതിനായി നിത്യേന കച്ചവടക്കാർ അവിടെ വരുമായിരുന്നു.
പ്രസിദ്ധമായ പാലിയം സമരത്തിനും ഈ പുതിയ കാലഘട്ടത്ത് ഇവിടെ അവസരമൊരുങ്ങുകയുണ്ടായി. പട്ടിക്കും പൂച്ചയ്ക്കും വഴി നടക്കാനുള്ള വഴിയിലൂടെ മനുഷ്യന് അയിത്തജാതിക്കാർക്ക് വഴി നടക്കാനുള്ള സമരത്തിന് വേണ്ടി വലിയൊരു സമരവും ഇവിടെ അരങ്ങേറിയും വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. പാലിയം സമരം വളരെയേറെ സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ചേന്നമംഗലം പഞ്ചായത്ത് ഇന്ന് 10.5 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു പ്രദേശമാണ്. 18 വാർഡുകൾ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് 35,000-ലധികം ജനങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് കായലും അതുപോലെ പുഴയും പെരിയാറിന്റെ കൈവഴികളിലൂടെ പോകുന്ന തീരദേശമായിട്ടുള്ള ചേന്നമംഗലം വളരെയേറെ ടൂറിസം സാധ്യതകൾ വികസന കാഴ്ചപ്പാടോടെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഈ ഭരണസമിതി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാലിയം കൊട്ടാരവും സിനഗോഗും ജൂത പള്ളിയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും എല്ലാം തന്നെ വിദേശ സഞ്ചാരികൾക്ക് വളരെയേറെ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച തന്നെയാണ്. മംഗലത്തിന്റെ പാലിയം ഹയർ സെക്കൻഡറി സ്കൂൾ അതിന്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്ന. ഈ സ്കൂൾ ഗ്രൗണ്ടിലെ മാറ്റച്ചന്ത നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇവിടെ പുരാതനമായിട്ട് തന്നെ മാറ്റച്ചന്ത നടന്നിരുന്ന സ്ഥലം ഇന്നും വളരെ ഭംഗിയായിട്ട് മാറ്റച്ചന്ത നടന്നു വരുന്നു. ഇതിലേക്കായിട്ട് ഈ ജില്ലാ പഞ്ചായത്തിന്റെ ഒരുപാട് പദ്ധതികൾ ഈ പ്രദേശത്ത് നടക്കുന്നുണ്ട്. ഫെൻസിങ്ങിന് വേണ്ടി 15 ലക്ഷം രൂപ ആദ്യഘട്ടവും തുടർന്നും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. കുട്ടികൾക്കും മറ്റു യുവജനങ്ങൾക്കും കളിക്കുന്നതിന് വേണ്ടി രാത്രിയും പകലും അവരുടെ കളികൾ നടത്തുന്നതിനായിട്ട് ഈ സ്ഥലം നമ്മൾ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്കായിട്ട് 3 ലക്ഷം രൂപയാണ് ലൈറ്റ് സംവിധാനത്തിന് വേണ്ടി പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത്. അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ മൂത്തകുന്നം ഡിവിഷനിൽ ഉൾപ്പെടുന്ന ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ വകയായി നിരവധി പദ്ധതികളാണ് നടപ്പാക്കിയിട്ടുള്ളത്. പ്രധാനമായും ചേന്നമംഗലം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ജില്ലാ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഷൺമുഖ ഹാള് നവീകരിക്കുന്നതിന് വേണ്ടി 20 ലക്ഷം രൂപയും, അതുപോലെ ജില്ലയിൽ 58 ഹൈസ്കൂളുകൾ ഉള്ളതിൽ 2 ഹൈസ്കൂളുകളിൽ മാത്രമാണ് നീന്തൽക്കുളം നിർമ്മിച്ചിട്ടുള്ളത്. അതിലൊന്ന് ചേന്നമംഗലമാണ്. അതിനുവേണ്ടി ഏതാണ്ട് 45 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് 1-2 മാസങ്ങൾക്കുള്ളിൽ അതിൻ്റെ ചില പ്രവർത്തനങ്ങൾ കൂടി പൂർത്തീകരിക്കാനുണ്ട്. അത് ഉദ്ഘാടനത്തിന് സജ്ജമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രൗണ്ട് നവീകരിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും 27 ലക്ഷം രൂപ ചെലവഴിച്ച് ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഗ്രൗണ്ടിന് ചുറ്റും ടർഫ് മോഡൽ ഫെൻസിങ് നടത്തുന്നതിന് 1-ാം ഘട്ടത്തിൽ
15 ലക്ഷം രൂപയും രണ്ടാം ഘട്ടത്തിൽ വീണ്ടും 15 ലക്ഷം രൂപയും മൊത്തം 30 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ പണി പകുതി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 2 മാസങ്ങൾക്കുള്ളിൽ അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനത്തിന് സജ്ജമാകും. അതുകൂടാതെ ഈ ചേന്ദമംഗലത്തിൻ്റെ ഇവിടെ ഉള്ള കാണാക്കനി ശില്പം അത് നവീകരിക്കുന്നതിനും അതിൻ്റെ ചുറ്റും കെട്ടി സംരക്ഷിച്ചുകൊണ്ട് അവിടെ ഗ്രനായിറ്റൊക്കെ പതിപ്പിച്ച ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു പൊതുവിടമായി മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗ്രൗണ്ടിൽ ഇവിടുത്തെ പ്രശസ്തരായ 2 വ്യക്തികളുടെ നാമധേയത്തിൽ 2 സ്ക്വയർ രൂപീകരിക്കുന്നതിന് കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് ചേന്ദമംഗലത്തിലെ പ്രസിദ്ധനായ മഹാരാജാസ് കോളേജിൻ്റെ പ്രിൻസിപ്പലൊക്കെ ആയിരുന്ന വലിയ പ്രാസംഗികനും ഒക്കെ ആയിട്ടുള്ള ഭരതമാഷിൻ്റെ ഓർമ്മയ്ക്കായി ഭരതമാസ്റ്റർ ഫൗണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായി ഒരു ശില്പം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട എഴുത്തുകാരൻ ചേന്ദമംഗലത്തിൻ്റെ അഭിമാനവും ഒക്കെയായിട്ടുള്ള സേതു സാറിനോടുള്ള ആദരവിനെ തുടർന്ന് അദ്ദേഹത്തിന് ആദരവർപ്പിക്കുന്നതിന് വേണ്ടി ഈ പ്രദേശത്തിന് സേതു സ്ക്വയർ എന്നുകൂടി നാമകരണം ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ചേന്ദമംഗലം പഞ്ചായത്തില് 16 സ്കൂളുകളാണുള്ളത്. അതിൽ 3 സ്കൂളുകൾ സർക്കാരിന്റെ സ്കൂളുകളാണ്. 28 അംഗനവാടികൾ, ഒരു സ്മാർട്ട് അംഗനവാടിയും അതുപോലെ തന്നെ സർക്കാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 2 സ്കൂളുകൾ, പാലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 5 കോടി രൂപയുടെ ബിൽഡിങ്ങും UP സ്കൂൾ ചേന്ദമംഗലത്തിന് 1 കോടിയുടെ ബിൽഡിങ്ങും ഈ ഭരണസമിതി നമുക്ക് നൽകുകയുണ്ടായി. സർക്കാരിന്റെ അനുവാദത്തോടെയാണ് ഇത്തരം പ്രവൃത്തികൾ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞത്. ഇത് ചേന്ദമംഗലം ഗവൺമെന്റ് LP സ്കൂൾ. ഇത് ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ളതാണ്. ഇവിടെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഈ അടുത്ത അവസരങ്ങളിൽ നടത്തിയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഈ സ്കൂളിൽ പഠിച്ചിട്ടില്ലെങ്കിൽ കൂടി എൻ്റെ സാമൂഹിക സേവന രംഗത്ത് ദേവസ്വക്കുട്ടി മാഷ് എന്ന ഒരു വലിയ മനുഷ്യനാണ് ഈ സ്കൂൾ ഇങ്ങോട്ട് സ്ഥാപിക്കാൻ മുൻകൈ എടുത്തതും. അന്നും ധാരാളം കുട്ടികളുണ്ട്. മാഷുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു PT ദേവസ്വക്കുട്ടി മാസ്റ്റർ. അതുപോലെ തന്നെ ഇവിടുത്തെ ബഹുമാനപ്പെട്ട MLA ഈ സ്കൂളിന് വേണ്ടി അനുവദിച്ച ഒരു സ്മാർട്ട് ക്ലാസ് റൂമാണിത്. ഇവിടെയും ധാരാളം കുട്ടികൾക്ക് ആവശ്യമായ എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തി വരുന്നു. 2016-2017 വർഷക്കാലത്തെ ആസ്തി വികസന സ്കീമിലൂടെ ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും അന്നത്തെ MLA-യുമായിരുന്ന അഡ്വക്കേറ്റ് VD സതീശന്റെ സാമ്പത്തിക സഹായത്തിൽ നിർമ്മിച്ച ഏറ്റവും ആധുനികമായ സ്മാർട്ട് മുറികളുള്ള 2 മുറികളുള്ള ഒരു കെട്ടിടമാണിത്. ഇതിനകത്ത് കുട്ടികൾക്ക് ആവശ്യമായ എല്ലാവിധ ഉപകരണങ്ങളും ഉണ്ട്. കമ്പ്യൂട്ടറുണ്ട്, അതുപോലെ തന്നെ കളി ഉപകരണങ്ങളുണ്ട്. എല്ലാ തരം എന്തും ഏതിനും ഇവിടുത്തെ കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ രീതിയിലുള്ള പഠന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാമഗ്രികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നല്ല അധ്യാപകരുണ്ട്, അതുപോലെ തന്നെ ധാരാളം കുട്ടികളുണ്ട്. എല്ലാവരും തന്നെ അധ്യാപകരൊക്കെ പുതിയ രീതിയിലുള്ള പഠിപ്പിക്കലിന് വളരെ വിദഗ്ധരാണ് എന്നുള്ളത് കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. രാധിക മാഡമാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ HM. ഇത് അതെ, ശാസ്ത്രത്തിന്റെ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു ഫ്യൂച്ചറാണത്. ഇത് HDFC ബാങ്ക് പ്രവർത്തകൻ സമഗ്ര ഗ്രാമവികസന പദ്ധതിയാണ്. ആർട്ട് സ്കൂൾ ആക്ടിവിറ്റി കോർണർ പദ്ധതി നിർവഹിച്ചത് MS സ്വാമിനാഥൻ ഗവേഷണ നിലയമാണ്. ശാസ്ത്ര കൗതുകമാണ് ഇതിന്റെ പ്രധാനം. നമ്മൾ കാണുന്നത് സ്മാർട്ട് മുറിയാണ്. ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പ്രധാന അധ്യാപകൻ VC സുബ്രഹ്മണ്യൻ സ്മാരക പ്ലേ പാർക്കാണിത്. വർണ്ണക്കൂടാരം. വിദ്യാർത്ഥികൾക്ക് അവരുടെ ഒഴിവു സമയങ്ങളിൽ ഇവിടെ വന്ന് ഈ പാർക്കില് വിവിധങ്ങളായ കളി ഉപകരണങ്ങളിൽ അവർക്ക് കളിക്കാനും
ആസ്വദിക്കാനുമെല്ലാം ഉള്ള ഒരുപാട് സമയം ഇവിടെയുണ്ട്. അവർ ഇന്റർവെൽ സമയത്തിന് വിവിധ ക്ലാസ്സുകളിൽ ഓരോരോ ക്ലാസ്സുകളിൽ നിന്നുള്ള വിവിധ കുട്ടികളാണ് ഇവിടെ വന്ന് ഈ പ്ലേ വർണ്ണക്കൂട് ഉപയോഗപ്പെടുത്തുന്നത്. എല്ലാ കുട്ടികൾക്കും വളരെ ആശ്വാസകരമായ രീതിയിൽ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഈ പ്ലേ ഗ്രൗണ്ടിൽ വന്ന് ഈ വർണ്ണക്കൂടാരത്തിൽ വന്ന് കുറച്ച് സമയം വിനിയോഗിക്കുമ്പോൾ തന്നെ അവർ ഉപയോഗിക്കുമ്പോൾ തന്നെ അവർക്ക് നല്ലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. എൻ്റെ പേര് ശരത് എന്നാണ്. ഞാൻ ചേന്നമംഗലം ഗവൺമെൻറ് LP സ്കൂളിലെ അധ്യാപകനാണ്. ഇവിടുത്തെ അച്ഛൻ രാധിക നായർ. ഈ വിദ്യാലയം നിരവധി വർഷങ്ങളായി പറവൂർ ഉപജില്ലയിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാലയമാണ്. ധാരാളം വിദ്യാർത്ഥികളിലൂടെ പഠിക്കുന്നുണ്ട്. കൂടാതെ ഉപജില്ലയിൽ തന്നെ കലാകായിക മത്സര രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാലയമാണ്. കൂടാതെ സ്മാർട്ട് ക്ലാസ് റൂം, PTA ഇതെല്ലാം ഇവിടെ വളരെ സഹായിക്കുന്നുണ്ട്. കൂടാതെ ലഹരിക്കെതിരെ ഞങ്ങൾ കഴിഞ്ഞ വർഷം മികച്ച രീതിയിൽ തന്നെ ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. ഈ പഞ്ചായത്തിലെ എല്ലാ സ്ഥലങ്ങളും അംഗൻവാടികളും കയറിയിറങ്ങി ഞങ്ങളുടെ ഫ്ലാഷ് മോബ് അവതരിപ്പിക്കുകയുണ്ടായി ലഹരിക്കെതിരെ. കൂടാതെ ഇവിടെ കമ്പ്യൂട്ടർ, കലാകായികം ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്കായി കൊടുക്കുന്നുണ്ട്. നമ്മുടെ കലാരംഗത്ത് കഴിഞ്ഞ വർഷം നമ്മുടെ നിരവധി വിദ്യാർത്ഥികളോട് നിന്ന് ഉപജില്ലയിൽ തന്നെ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. അക്ഷയലക്ഷ്മി, അതുപോലെ തന്നെ പറവൂർ ഉപജില്ലയിലേക്ക് കായിക രംഗത്തായാലും നല്ല രീതിയിൽ തന്നെ കുട്ടികൾ ഇവിടുന്ന് മത്സരിക്കാൻ പോയിട്ടുണ്ട്. പതിനെട്ട് വാർഡുകളിലായി നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ഒത്തൊരുമിച്ച് നല്ലൊരു ഭരണ സംവിധാനമാണ് ഈ ഭരണസമിതി മുന്നോട്ട് നയിച്ചു വന്നിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നൂതനമായ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടുള്ള പകൽ വീട്, ടേക്ക് എ ബ്രേക്ക്, DTPC ഏറ്റെടുത്ത് പ്രവർത്തനക്ഷമമാക്കുക, ഏറ്റവും ജനങ്ങളുടെ ക്ഷേമം നിലനിർത്തുക, അതുപോലെ ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഗ്രാമവണ്ടി 2022 നടപ്പാക്കുകയും ഇപ്പോഴും വളരെയേറെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഗതാഗത സൗകര്യം പുനഃസ്ഥാപിച്ചുകൊണ്ട് പഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെയാണ് ജലഗതാഗതം. കുറുമ്പത്തിരുത്തുന്ന വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്ത് ബോട്ട് സർവീസ് നടത്തുന്നതിലേക്കായിട്ട് പഞ്ചായത്തിന്റെ തനത് ഫണ്ട് 6,20,000 രൂപയാണ് ഓരോ വർഷവും മാറ്റിവെക്കുന്നത്. ചേന്നമംഗലം ഭരണസമിതിക്ക് അഭിമാനത്തോടെ ഓർക്കാൻ കഴിയുന്ന കഴിഞ്ഞ മാസം 112 വീടുകളുടെ താക്കോൽ കൈമാറ്റം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. 29 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിയുന്ന ഒരു അവസരം കൂടിയാണിപ്പോൾ. മൊത്തം 149 വീടുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽപ്പെട്ട കിഴക്കുംപുറത്ത് സുരേന്ദ്രൻ കാളികുടിയിക്കൽ നാൾക്ക് ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടാണിത്. ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് VO ശുഭ ആണ് സംസാരിക്കുന്നത്. 2020-25 കാലഘട്ടത്തിൽ 141 വീടുകൾ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിൽ 112 വീടുകളുടെ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ബാക്കി 29 വീടുകൾ പൂർത്തീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. ചേന്നമംഗലം പഞ്ചായത്തിന്റെ വയോജന ക്ഷേമത്തിനായി പകൽ വീടിന് വേണ്ടി 23 ലക്ഷം രൂപയാണ് വകമാറ്റിയിട്ടുള്ളത്. അതിന്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇതിനുവേണ്ടി മുഴുവൻ സമയം നീക്കിവെച്ചിട്ടുണ്ട്. അക്ഷയ കേന്ദ്രം എറണാകുളം ജില്ലയിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ചത് ചേന്നമംഗലത്താണ്. അതുപോലെ തന്നെ വിവിധ ഓഫീസുകൾ, സർക്കാർ ഓഫീസുകൾ ചേന്നമംഗലത്തുണ്ട്. പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് വന്ന്
വില്ലേജ് ഓഫീസിൽ നിന്നും നിരവധി ആനുകൂല്യങ്ങളാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പഞ്ചായത്തും വില്ലേജും അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയും നടന്നു വരുന്നത്. ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്തും എറണാകുളം ജില്ലാ പഞ്ചായത്തും സംയുക്തമായി ഈ പാലിയനടയിൽ ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതി പ്രവർത്തനം പൂർത്തീകരിച്ച് 2 മാസത്തിനുള്ളിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ പോവുകയാണ്. പ്രധാനമായും മുസിരീസ് പദ്ധതി പ്രദേശം എന്ന നിലയിൽ ചേന്ദമംഗലത്ത് വരുന്ന ആഭ്യന്തരവും വൈദേശികവുമായ വിനോദസഞ്ചാരികൾക്ക് അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനേറെ സഹായകരമാവുന്ന ഒരു പദ്ധതിയാണ് നാം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായി 2 മുറികൾ കൂടി പണിതുകൊണ്ട് വരുന്ന സന്ദർശകർക്ക് താമസിക്കാനുള്ള സൗകര്യം കൂടി നമ്മൾ ചെയ്തു കൊടുക്കുകയാണ്. AC അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും അതിൽ ഏർപ്പെടുത്തണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും അതുകൂടി വരുമ്പോൾ ചേന്ദമംഗലത്തിനൊരു പുതിയ മുഖം ഉണ്ടാകും എന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ടേക്ക് എ ബ്രേക്ക് എന്ന പണി അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നത്. ഒരുപാട് സാധ്യതകളുള്ള വിദേശ ടൂറിസ്റ്റുകളടക്കം പഠന വിദ്യാർത്ഥികളടക്കം വരുമ്പോൾ അവർക്ക് പൊതു ശൗചാലയം എന്ന ആശയത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ്, അതുപോലെ അവർക്ക് താമസിക്കാനുള്ള ഒരു ഇടം കൂടിയാണ് KSRTയുടെ സ്ഥലമായിട്ടുള്ള ഈ വസ്തു നമ്മൾ ഈ ഭരണസമിതി കയറിയപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെതായിട്ട് വാങ്ങുകയും അത് തുടർ നടപടിയായിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഈ 3 നില കെട്ടിടം പ്രാവർത്തികമാക്കി കൊണ്ടുവരുന്നതും ഈ അടുത്ത നാളുകളിൽ തന്നെ ഇതിന്റെ ഉദ്ഘാടനം നടത്താനുള്ള തീരുമാനത്തിലാണ് പഞ്ചായത്ത് ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ചാലിപ്പാലത്ത് നിന്നും പാലിയനടയിൽ നിന്നും ചാലിപ്പാലത്തേക്കുള്ള പൈപ്പ് ലൈൻ നിരന്തരം പൊട്ടി പോകുന്ന അവസ്ഥയിലായിരുന്നു. കാരണം പഴകിയ പൈപ്പുകൾ ഇട്ടതുകൊണ്ട് ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തിൽ വളരെ പ്രയാസങ്ങളാണ് നേരിട്ടുകൊണ്ടിരുന്നത്. അടിക്കടി അത് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലുണ്ടായിരുന്നു. അപ്പം അത് ആ പൈപ്പ് ലൈൻ മൊത്തത്തിൽ മാറ്റുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് 50 ലക്ഷം രൂപ നമ്മൾ വകയിരുത്തി അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിപ്പോൾ പൈപ്പ് ഇറക്കിയിട്ടിരിക്കുകയാണ്. ഒരു മാസത്തിനുള്ളിൽ ആ പൈപ്പ് സ്ഥാപിച്ചുകൊണ്ട് അവിടെ ശാശ്വതമായ ഒരു പരിഹാരത്തിന് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും കൂടി അറിയിക്കുക. മാലിന്യമുക്ത നവകേരള സൃഷ്ടിക്കായി പഞ്ചായത്ത് 2023 മുതൽ വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. 18 വാർഡുകളും ഹരിതകർമ്മസേനയുടെ പിന്തുണയോടെ 100% യൂസർ ഫീ ശേഖരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ട സഹായ ഉപകരണങ്ങളും ട്രോളി അടക്കം പഞ്ചായത്ത് നൽകി വരുന്നു. 100% വീടുകളും യൂസർ ഫീ തരുന്നു എന്നുള്ളതിൽ അഭിമാനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഇത്തവണത്തെ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ബഹുമതിക്ക് ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് മാറാൻ കഴിഞ്ഞത്. അതുപോലെ ബിന്നുകൾ എല്ലാ സ്ഥാപനങ്ങളിലും അവരുടെ സ്വന്തം ചെലവിൽ ബിന്നുകൾ വെക്കാനും എല്ലാവരും ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാനും പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കുറച്ചു കാര്യങ്ങൾ കൂടി പൂർണ്ണതയിലെത്താനുണ്ട്. അത് പഞ്ചായത്ത് തുടർ പ്രവർത്തനങ്ങളിൽ നടത്തി വരുന്നതാണ്. പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് പ്ലാസ്റ്റിക് മുക്ത പഞ്ചായത്ത് എന്നുള്ളത്. നിലവിൽ നമുക്ക് MCF ഉണ്ട് അവിടെ. അതുകൂടാതെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ RRF ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്തിലെ 10 സെന്റ് ഭൂമിയിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ 6 പേർക്കാണ് തൊഴിൽ കൊടുക്കാൻ സാധിച്ചത്. അതുപോലെ 36 ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്കും 15,000 രൂപയിലധികം വരുമാനമുള്ള ഒരു തൊഴിൽ കൊടുക്കുവാൻ പഞ്ചായത്തിന് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് മാറുന്നതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ ഹരിതകർമ്മ സേനയുടെ നല്ല പ്രവർത്തനങ്ങൾ പഞ്ചായത്തിനെ നല്ല ഒരു പഞ്ചായത്താക്കി, മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റാൻ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് മിനി ജെയ്സൺ. ഞാൻ ചേന്ദമംഗലം പഞ്ചായത്തിലെ
തൊഴിലുറപ്പ് വിഭാഗത്തിലെ ഓഫീസറാണ്. നമ്മളുടെ പഞ്ചായത്തില് 580ഓളം തൊഴിലാളികളുണ്ട്. ഈ സാമ്പത്തിക വർഷം 290 പേർക്ക് നമുക്ക് 100 ദിനം കൊടുക്കാൻ സാധിച്ചു. കൂടാതെ 43,000 തൊഴിൽ ദിനങ്ങളും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ കൂടുതലായിട്ടും ഭൂവികസന പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. കൂടാതെ വ്യക്തിഗത ആനുകൂല്യങ്ങളായ പശുത്തൊഴുത്ത്, ആട്ടിൻകൂട്, കോഴിക്കോട്, സോക്ക് പിറ്റ്, കമ്പോസ്റ്റ് പിറ്റ് മുതലായവ വ്യക്തികൾക്കായി കൊടുത്തു വരുന്നു. ആരോഗ്യരംഗത്ത് വളരെയേറെ മികവോടെ പ്രവർത്തിക്കുവാൻ ചേന്നമംഗലം പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആയുർവേദം, ഹോമിയോ, അലോപ്പതി ഈ 3 സ്ഥാപനങ്ങളും വളരെ പ്രവർത്തനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മഞ്ജു, ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം ഗോതുരത്തിലെ മെഡിക്കൽ ഓഫീസർ ഇൻചാർജാണ്. നമ്മുടെ പഞ്ചായത്തിന്റെയും ഭരണസമിതിയുടെയും വളരെ നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം. ഗോതുരത്ത് നിവാസികൾക്ക്, അതുപോലെ തന്നെ ചേന്നമംഗലം നിവാസികൾക്കെല്ലാം തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു പരിചരണമാണ് നമ്മൾ ഇവിടെ നിന്ന് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഇത് കുടുംബാരോഗ്യ കേന്ദ്രം ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം 6 മണി വരെ OP നടത്തുന്നതിലേക്കായിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്കൊരു ഡോക്ടറെ നിയമിച്ച് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലാബുണ്ട്. ലാബിലേക്ക് PSC ഒരു ലാബ് ടെക്നീഷ്യൻ ഉണ്ട്. ഇത് കൂടാതെ തന്നെ പഞ്ചായത്ത് നമുക്കൊരു ലാബ് ടെക്നീഷ്യനെയും പ്രോജക്റ്റ് വഴി നിയമിച്ച് നൽകിയിട്ടുണ്ട്. കുടുംബാരോഗ്യ കേന്ദ്രത്തെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിനായിട്ട് നമുക്ക് ക്ലീനിങ് സ്റ്റാഫിനെയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നിയമിച്ച് നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ വിവിധ തരം പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തി പാലിയേറ്റീവ് ഹോം കെയർ, അതായത് കിടപ്പിലായ രോഗികൾക്ക് സേവനം നൽകുകയും ചെയ്തു വരികയാണ്. കൂടാതെ തന്നെ വിവിധ പ്രോജക്റ്റുകളിൽ ഉൾപ്പെടുത്തി ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നുകളും സൗജന്യമായി രോഗികൾക്കെല്ലാം ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അതിദരിദ്രരായ രോഗികൾക്കും ആരോഗ്യ പരിരക്ഷയും പഞ്ചായത്തിന്റെ സഹകരണത്തോടു കൂടി തന്നെ നമ്മൾ നൽകി വരികയാണ്. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും വളരെ മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ പബ്ലിക് ഹെൽത്ത് വിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ച് ഈ വർഷങ്ങളിൽ നമുക്ക് പകർച്ചവ്യാധികൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പകർച്ചവ്യാധികൾ മൂലമുള്ള മരണങ്ങളും ഈ വർഷങ്ങളിൽ കുറവായിരുന്നു. നമ്മൾക്ക് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾക്ക് ഫാർമസിയിലേക്ക് ഒരു സ്റ്റോർ നിർമ്മിച്ചു നൽകുകയും അതുപോലെ തന്നെ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലേക്കായിട്ട് നമ്മുടെ അതിനു വേണ്ട സൗകര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റ് വെക്കുന്നതിനേക്കായിട്ട് ഒരു റൂമും ഇതുപോലെ തന്നെ പഞ്ചായത്ത് നമുക്ക് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വർഷങ്ങളായിട്ട് നമുക്ക് കുറുമ്പത്തുരുത്ത് ഏരിയയിൽ നമുക്കൊരു ഉപകേന്ദ്രം ഇതുവരെ ഇല്ലായിരുന്നു. പക്ഷേ ഈ ഭരണസമിതിയുടെ മുൻകൈ എടുത്തിട്ട് നമുക്ക് കുറുമ്പത്തുരുത്തിൽ ഒരു ഉപകേന്ദ്രം പണിയുന്നതിനേക്കായിട്ട് സ്ഥലം കണ്ടെത്തി നൽകിയിട്ടുണ്ട്. അതിനായിട്ടുള്ള ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഹെൽത്ത് ഗ്രാന്റ് ഫണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷ ജില്ലയിലേക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ 2 പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്തിന് TB മുക്ത് പഞ്ചായത്ത് എന്ന പുരസ്കാരം ഈ വർഷം നമുക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമുക്ക് ഈ വർഷത്തെ ഏറ്റവും മികച്ച ഹരിത സ്ഥാപനമായിട്ടുള്ള പുരസ്കാരവും നമുക്ക് ഈ കുടുംബാരോഗ്യ കേന്ദ്രം ഗോതുരത്തിന് ലഭിക്കുകയുണ്ടായി. വളരെ നല്ല രീതിയിൽ ഉള്ള പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് നമുക്ക് പഞ്ചായത്തിന്റെ സഹകരണം വളരെയധികം ലഭിക്കുന്നുണ്ട്. അതിന് ഏറ്റവും നന്ദി പറയാനുള്ളത് നമ്മുടെ ബഹുമാന്യായ പ്രസിഡന്റ് ശ്രീമതി ലീന വിശ്വം അവർകളോടും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളോടും വളരെയധികം നന്ദി പറയുന്നു. വളരെ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ ജനങ്ങൾക്ക് സേവനം കൊടുക്കുവാനായിട്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ
നല്ല രീതിയിലുള്ള ഒരു സഹായ സഹകരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു. ഞാൻ ഡോക്ടർ നീമ ബേസിൽ, ചേന്നമംഗലം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസറാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ ജനങ്ങൾക്കും അതുപോലെ തന്നെ വടക്കേക്കര, ചിറ്റാറ്റുകര തുടങ്ങിയ അടുത്തുള്ള പഞ്ചായത്തിലെ ജനങ്ങൾക്കും ആശ്രയമായിട്ടുള്ളതാണ് ഈ ആയുർവേദ ഡിസ്പെൻസറി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ ആയുർവേദ പാരമ്പര്യം നല്ല രീതിയിൽ തന്നെ തുടർന്നുകൊണ്ട് പോകാനായിട്ട് ഈ ആയുർവേദ ഡിസ്പെൻസറി ശ്രമിക്കുന്നുണ്ട്. പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടി പലവിധ പ്രോജക്റ്റുകളും ജില്ലാ പഞ്ചായത്തിന്റെ മരുന്നുകളും ഇവിടെ ലഭ്യമാകുന്നുണ്ട്. വയോജനങ്ങൾക്ക് 60 വയസ്സിന് മുകളിലുള്ളവർക്ക് പ്രത്യേക OP സംവിധാനമുണ്ട്. അതുപോലെ തന്നെ മാതൃവന്ദനം എന്ന പേരിൽ പ്രസവാനന്തര ശുശ്രൂഷയ്ക്കുള്ള മരുന്നുകളും ഈ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാണ്. കൂടാതെ ഏതുവിധ രോഗങ്ങളിൽ അനുഭവപ്പെടുന്നവരായാലും നമ്മുടെ ആശുപത്രിയെ സമീപിച്ചാൽ അതിനുള്ള മരുന്നുകളും തുടർ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളും നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നു. ഏകദേശം 9 മണി മുതൽ 2 മണി വരെയാണ് നമ്മുടെ പ്രവർത്തന സമയം. ആശുപത്രിയിൽ ഒരു മെഡിക്കൽ ഓഫീസറും ഒരു ഫാർമസിസ്റ്റ്, അറ്റൻഡർ, പാർട്ട് ടൈം സ്വീപ്പർ എന്നിങ്ങനെ അടങ്ങുന്നതാണ് നമ്മുടെ ജീവനക്കാരുടെ നിര. അതുപോലെ തന്നെ ഒരു മൾട്ടിപർപ്പസ് വർക്കർ എന്നുള്ള നിലയിൽ നമ്മുടെ NCD മരുന്നുകളുടെ ലഭ്യതയോടുകൂടി തന്നെ ഒരു നഴ്സിന്റെ സഹായവും ഈ ആശുപത്രിയിൽ ലഭ്യമാണ്. യോഗ പരിശീലനത്തിനായിട്ട് ഒരു യോഗ ഇൻസ്ട്രക്ടറും നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ ഉണ്ട്. യോഗ ഹോളും ആശുപത്രിയോട് അനുബന്ധിച്ചിട്ടുള്ള കെട്ടിടത്തിൽ തന്നെ നടന്നു വരുന്നു. ഈ വെക്കേഷൻ സമയത്തുള്ള യോഗ ഫോർ കിഡ്സ് എന്ന രീതിയിൽ കുട്ടികൾക്കുള്ള പ്രത്യേക യോഗ പരിശീലനം, സ്ത്രീകൾക്കുള്ള യോഗ പരിശീലനം എന്നിവയും നല്ല രീതിയിൽ തന്നെ ഇവിടെ നടന്നു പോകുന്നുണ്ട്. ആരോഗ്യരംഗത്ത് ആയുർവേദ ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് വെൽനെസിന്റെ ഭാഗമായി മികവുറ്റ പ്രവർത്തനങ്ങൾ നടത്തുന്നു. യോഗ ക്ലാസുകൾ എല്ലാവർക്കും ഓരോ പ്രദേശത്തും ചെന്ന് യോഗ അഭ്യസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ വെക്കേഷനിൽ കുട്ടികളുടെ യോഗ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. വടക്കുംപുറത്ത് സാംസ്കാരിക നിലയത്തിലാണ് ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്നത്. രാവിലെ 8 മുതൽ 2 മണി വരെ ഡോക്ടറും ഒരു നഴ്സും ചേർന്ന് വളരെയേറെ ജനങ്ങൾക്ക് ഉപകാരമായ രീതിയിലുള്ള ഹോമിയോ പരിചരണം നടത്താൻ കഴിയുന്നുണ്ട്. കൂടാതെ തന്നെ അലോപ്പതി ഫാമിലി ഹെൽത്ത് സെന്റർ ഗോതുരുത്ത് പള്ളിവക സ്ഥലത്താണ്. ഏതാണ്ട് 50 സെന്റ് സ്ഥലമാണ് പള്ളി നമുക്ക് ഫാമിലി ഹെൽത്ത് സെന്ററിന് വിട്ടു തന്നിട്ടുള്ളത്. അതിനോടൊപ്പം ചേർന്ന് 5 സബ് സെന്ററുകളും വിവിധ പ്രദേശങ്ങളിലായിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നല്ല രീതിയിലുള്ള പ്രവർത്തനം നടന്നു വരുന്നു. പാലിയേറ്റീവ് വളരെ നല്ല രീതിയിൽ 150 കുടുംബങ്ങളാണ് കിടപ്പ് രോഗികളായിട്ട് ഉള്ളത്. അവരെ ആഴ്ചയിൽ 2 തവണ പോയി സന്ദർശിച്ച് അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നടത്തുവാൻ വേണ്ടി പാലിയേറ്റീവ് നഴ്സും അതുപോലെ 3 ഡോക്ടർമാർ ഫാമിലി ഹെൽത്ത് സെന്ററിലുണ്ട്. അതുകൂടാതെ ലാബ് ടെക്നീഷ്യൻ, ലാബ് നന്നായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെയാണ് ഫാർമസി. നല്ല രീതിയിൽ എല്ലാ മരുന്നുകൾക്കും ഒരു തടസ്സവും കൂടാതെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ആരോഗ്യരംഗത്ത് ഫാമിലി ഹെൽത്ത് സെന്ററിന് ചെയ്തു തീർക്കാൻ കഴിയുന്നുണ്ട്. ഫാമിലി ഹെൽത്ത് സെന്ററിന്റെ നല്ല ഒരു നടത്തിപ്പിനായിട്ട് നമ്മളെ ജനങ്ങളുടെ സേവിച്ചുകൊണ്ട് 20 ആശാപ്രവർത്തകരാണ് പഞ്ചായത്തിൽ ഉള്ളത്. അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും പഞ്ചായത്തിന് ഏറെ ഗുണകരമായിട്ട് ഉള്ളതാണ്. പൊതുജന ആരോഗ്യത്തെ നിലനിർത്തുന്നതിനായി ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെ ഓപ്പൺ ജിംനേഷ്യം ചേന്നമംഗലം പാലിയത്തിന്റെ മധ്യഭാഗത്ത് തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. തുടർന്ന് ഗോതുരത്ത് ഒരു ബ്ലോക്കിന്റെ സഹായത്തോടുകൂടി ഗോതുരത്ത് പ്രദേശത്ത് കൂടി ഓപ്പൺ ജിംനേഷ്യം ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്.
എന്നും ചേന്നമംഗലം കുടുംബശ്രീക്കാണ് എല്ലാ വിധത്തിലുള്ള സമ്മാനങ്ങൾ ലഭിക്കാറ്. 450 കുടുംബശ്രീ ഗ്രൂപ്പുകളുള്ള JLG ഗ്രൂപ്പും അതുപോലെ തന്നെ സംരംഭകരും, ഒട്ടേറെ സംരംഭകരാണ് കുടുംബശ്രീയിൽ നിന്നും സ്വയം പര്യാപ്തത കൈവരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. ഏറെ കുടുംബിനികളും ഒരു ചെറിയ സംരംഭകരായി മാറാനായിട്ട് ചേന്നമംഗലം പഞ്ചായത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മുന്നോട്ട്. കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ആണ്. നിലവിൽ ഞങ്ങൾക്ക് 18 വാർഡുകളാണ് ഉള്ളത്. അതിനകത്ത് 18 സീരിയസ് മെമ്പേഴ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് 405 കുടുംബശ്രീ ഉണ്ട്. അത് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നത്. അതിനകത്ത് നമുക്ക് 300 സംരംഭങ്ങളും അതോടൊപ്പം തന്നെ ഒരു 150ഓളം JLGകള്, പിന്നെ അതുപോലെ ആശ്രയ ഗുണഭോക്താക്കള് 87 പേരിട്ട് അവർക്ക് നമ്മൾ കിറ്റ് കൊടുത്തു വരുന്നു. അതോടൊപ്പം തന്നെ ഉജ്ജീവനം പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് നിലവിൽ പഞ്ചായത്തിൽ 45 അതിദരിദ്രരുടെ അംഗങ്ങളാണ് ഉള്ളത്. അതിൽ നമ്മൾ 9 പേർക്ക് പഞ്ചായത്തുമായി ഇടപെട്ടുകൊണ്ട് 9 പേർക്ക് നമ്മൾ ഫുഡ് കിറ്റ് കൊടുത്തു വരുന്നുണ്ട്. നിലവിൽ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെ കുടുംബശ്രീ നല്ല രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ പേര് ജെസ്സി. ചേന്നാരം ഗ്രാമപഞ്ചായത്തിലെ പ്രേരകാണ് ഞാൻ. 26 വർഷം കഴിഞ്ഞപ്പോൾ പ്രേരകായിട്ട് പഞ്ചായത്തിൽ വന്നിട്ട്. അപ്പം ഞങ്ങളിവിടെ തുടർ വിദ്യാ കേന്ദ്രം എന്നാണ് എൻ്റെ സെന്ററിന്റെ പേര്. ആ തുടർ വിദ്യാ കേന്ദ്രത്തിലാണ് പ്രവർത്തിക്കുന്നത്. സാക്ഷരത 4ാം തരം, 7ാം തരം, 10ാം തരം, +1, +2 ഇത്രയാണ് ഞങ്ങളുടെ ഗുണഭോക്താക്കള്. അത് സാക്ഷരത കഴിഞ്ഞിട്ട് 4ാം തരം പഠിക്കുക, 4ാം തരം പഠിച്ച് 7ാം തരം പഠിക്കുക, 7ാം തരം കഴിഞ്ഞ് 10ാം ക്ലാസ്, +1, +2 വിദ്യാഭ്യാസം കിട്ടാത്ത ആൾക്കാർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റിയ തരത്തിലുള്ള ഒരു പഠനമാണിത്. അതിന്റെ 10ാം ക്ലാസ് നമ്മുടെ പറവൂർ ബോയ്സിലും +1, +2 ഗേൾസിലുമായിട്ടാണ് നടക്കുന്നത്. 800 പേരോളം ഇവിടെ പഠിച്ചു പോയിട്ടുണ്ട്. ഈ തുടർ വിദ്യാ കേന്ദ്രത്തിന്റെ കീഴിലാണ് നമ്മളിവിടെ തൊഴിൽ പരിശീലനങ്ങൾ നടത്തി വരുന്നത്. ചേന്നമംഗലത്ത് കാർഷിക മേഖലയെ വളരെയേറെ മുന്നോട്ട് നയിക്കാൻ പഞ്ചായത്ത് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ വയ്ക്കാറുണ്ട്. 18 ലക്ഷത്തോളം രൂപയാണ് ഓരോ വർഷവും കാർഷിക മേഖലകൾക്ക് വേണ്ടി നീക്കിവെക്കുന്നത്. അതിന്റെ ഭാഗമായി വാഴ കർഷകരാണ് ചേന്നമംഗലത്ത് കൂടുതലായിട്ടുള്ളത്. അവർക്ക് ഓരോ വർഷവും ഏറ്റവും നല്ല രീതിയിലുള്ള പ്രോത്സാഹനങ്ങളും കൊടുത്തു വരുന്നു. ക്ഷീരഗ്രാമം പദ്ധതി പഞ്ചായത്തിന്റെ ലക്ഷ്യം നിലവിൽ പുറത്തുനിന്നും പാല് വാങ്ങാതെ നിലവിൽ പഞ്ചായത്ത് പാല് ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ പഞ്ചായത്തിലെ ഉള്ള ജനങ്ങൾക്ക് സ്വന്തം ക്ഷീര കർഷകരിൽ നിന്നുള്ള പാല് വാങ്ങുക എന്ന ലക്ഷ്യമാണ്. അതിലേക്ക് ചേരാൻ ഇനിയും കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാർഷിക മേഖലയും മൃഗസംരക്ഷണ മേഖലയും വളരെയേറെ മുന്നോട്ട് സ്വയം പര്യാപ്തത കൈവരിക്കുന്ന രീതിയിലാണ് ഫണ്ട് നീക്കിവെക്കാറുള്ളത്. ചേന്നമംഗലം പഞ്ചായത്തിന്റെ യശസ് ഉയർത്തുന്ന തരത്തിലുള്ള ഒരു പ്രദേശം, പെരിയാറിന്റെ തീരത്ത് നെയ്ത്ത് ഗ്രാമം പദ്ധതി സർക്കാരിന്റെ 19.5 കോടി ഫണ്ട് ചെലവഴിച്ചുകൊണ്ടാണ് വളരെയേറെ മനോഹരമായിട്ടുള്ള നെയ്ത്ത് ഗ്രാമം പദ്ധതിയിലൂടെ ഇന്ന് കാണുന്ന ഈ ബിൽഡിംഗ് ഒക്കെ പണിത് തീർന്നുകൊണ്ടിരിക്കുന്നത്. പരമ്പരാഗത രീതിയിൽ കൈത്തറി നെയ്ത്ത് നടന്നിരുന്ന ചേന്നമംഗലം പഞ്ചായത്തിന്റെ ജനങ്ങൾക്ക് ആ മേഖലയിൽ വളരെയേറെ
ഉന്നമനം നടത്തുന്നതിനായിട്ടാണ് ഇത്തരം പദ്ധതി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. ലോക ഭൂപടത്തിലേക്ക് ചേന്ദമംഗലം പഞ്ചായത്ത് എത്തിച്ചേരും എന്ന ഉത്തമ ബോധ്യമാണ് ഈ ഭരണസമിതിക്കുള്ളത്. തുടർ വരുന്ന ഭരണസമിതി അതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ഭൂപടത്തിൽ ഒരു സ്ഥാനം തന്നെ ചേന്ദമംഗലത്തിനുണ്ടാവും എന്ന ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഭൂപ്രകൃതിയുടെ പ്രകൃതി രമണീയമായ പെരിയാറിന്റെ തീരത്ത് കേരള സർക്കാർ 19.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നെയ്ത്ത് ഗ്രാമം പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. നെയ്ത്ത് മ്യൂസിയം പരമ്പരാഗത രീതിയിൽ ചേന്ദമംഗലം ഗ്രാമം കൈത്തറിയുടെ പേരുകേട്ട ഒരു നാട് കൂടി ആയതുകൊണ്ട് അവിടുത്തെ പരമ്പരാഗത തൊഴിലാളികൾക്ക് അവരെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വിദേശികളെ ആകർഷിക്കുന്ന മ്യൂസിയവുമാണ് സർക്കാർ പഞ്ചായത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്. അതിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാൻ ഉള്ള ഒരുക്കത്തിലാണ്. ലഹരി വിമുക്ത പഞ്ചായത്തായിട്ട് മാറുന്നതിന് വേണ്ടി എല്ലാ വാർഡുകളിലും ബോധവൽക്കരണ ക്ലാസ് കുടുംബശ്രീയുടെയും പോലീസിന്റെയും വിവിധ ക്ലബ്ബുകളുടെയും സഹായത്തോടെ ഓരോ വാർഡുകളിലും മികവുറ്റ പ്രവർത്തനങ്ങൾ ലഹരി മുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്നു. പഞ്ചായത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ലക്ഷ്യം എന്നത് ലോകത്തിന്റെ നെറുകയിൽ ചേന്ദമംഗലത്തിനെ ഉയർത്തിക്കാട്ടുവാൻ ടൂറിസം രംഗത്തേക്ക് എങ്ങനെയെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാം, അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കാനാണ് പഞ്ചായത്ത് ഗവൺമെന്റിനോട് ചേർന്ന് നിർത്തിക്കൊണ്ട് ഗവൺമെന്റിന്റെ സഹായത്തോടെ വിവിധ പദ്ധതികൾ രൂപം കൊടുത്തു വരികയാണ്. കേരളത്തിൽ നമ്പർ 1 മാറാൻ ചേന്ദമംഗലം ടൂറിസം രംഗത്തേക്ക് വളരെയേറെ ജനങ്ങൾക്ക് ഉപകാരമായ, അവർക്ക് വരുമാനം ഉണ്ടാകുന്ന തരത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയണം എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള കൂട്ടായ ശ്രമം, അതിന് സർക്കാരിന്റെ കൂടി സഹായം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ആ പ്രതീക്ഷ നിറവേറ്റാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ചേന്ദമംഗലത്തിന്റെ ഓരോ ജനങ്ങളുടെയും ലക്ഷ്യം നിറവേറ്റാൻ സർക്കാരിന്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഓരോ ഗ്രാമവാസിയും അവരുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി അവരോടൊപ്പം നിന്നുകൊണ്ട് സർക്കാരിന് വേണ്ടി, സർക്കാരിന്റെ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ആരോഗ്യരംഗത്തെ ഏറ്റവും മികവാർന്ന നേട്ടമായിട്ടാണ് കഴിഞ്ഞ ദിവസം കളക്ടറുടെ കയ്യിൽ നിന്ന് പുരസ്കാരം, ക്ഷയരോഗ മുക്ത പഞ്ചായത്ത് എന്ന പുരസ്കാരത്തിന് അർഹമാകാൻ കഴിഞ്ഞത്. എല്ലാവരുടെയും കൂട്ടായ, ആരോഗ്യരംഗത്തെ പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനവും ജനങ്ങള് ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ചേന്ദമംഗലത്തിന്റെ അഭിമാനമായി തുടർന്നും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കാനുള്ള അതിയായ പ്രവർത്തനത്തിലാണ് ഇന്ന് ആരോഗ്യ രംഗത്തെ ജീവനക്കാർ. അതോടൊപ്പം ഭരണസമിതിയും ചേർന്ന് പ്രവർത്തിക്കാൻ മുന്നോട്ട് തയ്യാറായിട്ട് വരികയാണ്. ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്. പേര് VU ശ്രീജിത്ത്. നമ്മുടെ ഗ്രാമപ്രദേശം വരുന്നത് എറണാകുളം ജില്ലയുടെ വടക്ക് ഭാഗത്ത് ഏറ്റവും അറ്റത്തായിട്ടാണ് നിൽക്കുന്നത്. ചുറ്റും നദികളാൽ ചുറ്റപ്പെട്ട, തുരുത്തുകളാൽ ചുറ്റപ്പെട്ട ഗ്രാമമാണ് ചേന്ദമംഗലം. അതിലുപരി കൈത്തറികളുടെ നാടുകൂടിയാണ്. ഏറെ പ്രാചീന നഗരം കൂടിയായിട്ടുള്ള ചേന്ദമംഗലം ധാരാളം മ്യൂസിയങ്ങൾ ഉൾപ്പെടെ മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഒരു ബിന്ദു കൂടിയാണ് നമ്മുടെ ചേന്ദമംഗലം. മുസ്ലിസ് പൈതൃക പദ്ധതിയിൽ തന്നെ ഒട്ടനവധി മ്യൂസിയങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതും ഇനിയും പൂർത്തീകരിക്കേണ്ട പദ്ധതികൾ, ചവിട്ടുനാടക മ്യൂസിയം ഉൾപ്പെടെയുള്ള മ്യൂസിയങ്ങളുടെ നിർമ്മാണ ഘട്ടം അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലുള്ള ആ ലോകത്തിന്റെ മതസൗഹാർദ്ദ കേന്ദ്രം എന്നറിയപ്പെടാവുന്ന ഒരു കേന്ദ്രം ചേന്ദമംഗലം കോട്ടയക്കോലത്ത് നിലനിൽക്കുന്ന ഒരു കേന്ദ്രം നമ്മുടെ പഞ്ചായത്തിലാണ്. ജൂതപ്പള്ളിയും ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും
ഹിന്ദുക്കളുടെ ആരാധനാലയമായ കൃഷ്ണസ്വാമി ക്ഷേത്രവും ഉൾപ്പെടെ 100 മീറ്റർ ചുറ്റളവിൽ ലോകത്തെവിടെയും ഇല്ലാത്ത രീതിയിലുള്ള മതസൗഹാർദ്ദത്തിന് പേരുകേട്ട നാടുകൂടിയാണ് നമ്മുടെ ചേന്നമംഗലം. അതുപോലെ തന്നെ ചാലക്കുടിയാറും പെരിയാറും കൂടി ചേർന്ന് നമ്മുടെ പഞ്ചായത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ചേർന്ന് ഒഴുകുന്ന ഒരു മേഖല കൂടിയാണ്. ധാരാളം കൂടു മത്സ്യ കൃഷിയും അതുപോലെ തന്നെ ഉൾനാടൻ മത്സ്യമേഖലയിൽ നിലനിൽക്കുന്ന ഒരു ഗ്രാമം കൂടിയാണ്. കാർഷിക മേഖലയിൽ തന്നെ നമ്മുടെ ഓണത്തിനായിട്ട് ചെണ്ടുമല്ലി കൃഷി സ്വന്തം സ്ഥലത്തു തന്നെ വിളയിച്ചെടുക്കുന്ന പൂക്കളും അതുപോലെ തന്നെ വാഴ കർഷകരും എല്ലാം ചേർന്ന ഒരു ഗ്രാമമാണ് നമ്മുടെ ചേന്നമംഗലം ഗ്രാമം. അതുപോലെ തന്നെ സർക്കാരിന്റെ എല്ലാ പദ്ധതികളും തന്നെ 100% ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത്. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് ഭവന പദ്ധതിയിൽ ഞങ്ങളുടെ ഭരണസമിതി എത്തിയതിനു ശേഷം 150ഓളം വീടുകളാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ബഹുഭൂരിപക്ഷം വീടുകളും പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ കൈത്തറി മേഖലയെ സഹായിക്കുന്നതിന് ബഡ്ജറ്റിലടക്കം നമ്മൾ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റുകളാണ് അവതരിപ്പിച്ചു പോകുന്നത്. അതുപോലെ തന്നെ സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ വ്യവസായ സൗഹൃദമാക്കുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ വ്യവസായ മന്ത്രി പി രാജീവ് മുൻകൈ എടുത്തിട്ടുള്ള വ്യവസായ വകുപ്പിന്റെ ഒരു ഇന്ത്യൻ വന്നു തന്നെ നമ്മുടെ പഞ്ചായത്തിൽ 200-ലധികം സംരംഭങ്ങൾ 2 വർഷത്തിന് ഉള്ളിൽ തുടക്കം കുറിച്ചു. നല്ല രീതിയിൽ പുരോഗമിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. അതുപോലെ തന്നെ സർക്കാരിന്റെ പദ്ധതിയായ ദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായി തന്നെ നമ്മൾ 44 കുടുംബങ്ങളെയാണ് കണ്ടെത്തിയത്. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ പാർപ്പിടത്തിന് വേണ്ടിയും അവരുടെ തൊഴിലിന് വേണ്ടിയും ഫണ്ടുകൾ മാറ്റിവെച്ച് അവരെ അതിദാരിദ്ര്യത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള പദ്ധതികൾ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതും വൈകാതെ തന്നെ നമ്മൾ ദാരിദ്ര്യമില്ലാത്ത പഞ്ചായത്തായിട്ട് മാറ്റുന്ന ഒരു പ്രവൃത്തിയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ പഞ്ചായത്ത് സമ്പൂർണ്ണ പ്ലാസ്റ്റിക് വിമുക്ത പഞ്ചായത്തായിട്ടും മാലിന്യമുക്ത പഞ്ചായത്തായിട്ടും പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ ജില്ലയിൽ 4ാം സ്ഥാനത്താണ് നമ്മൾ പ്ലാസ്റ്റിക് ശേഖരണത്തിൽ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ 18 വാർഡുകളിലും MCF വെച്ച് പ്ലാസ്റ്റിക് ശേഖരണവും അതുപോലെ തന്നെ പഞ്ചായത്ത് പുറമ്പോക്ക് സ്ഥലം കണ്ടെത്തി അതിനകത്ത് ഒരു 2000 സ്ക്വയർ ഫീറ്റിൽ മേലെ വരുന്ന ഒരു RRF യൂണിറ്റ് കൂടി ആരംഭിക്കാനുള്ള ഒരു പദ്ധതി കൂടി ആവിഷ്കരിച്ച് നമ്മളെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ പാലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ നിർമ്മിക്കുന്ന നീന്തൽക്കുളത്തില് പരിശീലന പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രൊജക്റ്റിൽ കാശ് വകയിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യുവതീയുവാക്കൾക്കായിട്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ മത്സര പരീക്ഷകൾക്ക് വേണ്ടി ഈവനിങ് ക്ലാസ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്ട് സമർപ്പിച്ച് DPC അപ്രൂവലൊക്കെ കിട്ടി. വരും ദിവസങ്ങളിൽ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊതു പശ്ചാത്തല മേഖല എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ KSRTCയുടെ സ്ഥലം ലീസിനെടുത്ത് അവിടെ ഒരു ടൂറിസം ഇൻഫർമേഷൻ സെന്ററും ടേക്ക് എ ബ്രേക്കും പദ്ധതി വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ KSRTCയുമായി സഹകരിച്ച് ഗ്രാമവണ്ടി എറണാകുളം ജില്ലയിലെ ആദ്യത്തെ ഗ്രാമവണ്ടി നമ്മുടെ ചേന്നമംഗലം പഞ്ചായത്തിലാണ് ആരംഭിച്ചത്. അത് ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ ധാരാളം തിരുത്തുകളായിട്ടുള്ള നമ്മുടെ ഗ്രാമത്തിൽ ധാരാളം ഫെറി സർവീസുകളും അതേപോലെ കടത്തുവഞ്ചികളും പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും നമ്മള് കാർഷിക മേഖലക്ക് അതേപോലെ തന്നെ ക്ഷീരമേഖലക്ക് ആരോഗ്യ മേഖലക്ക് അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ പാലിയേറ്റീവ് രംഗത്ത് തന്നെ കൂടുതൽ കാശ് വിനിയോഗിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റ് വീടുകളിൽ ചെന്ന് സാന്ത്വന പരിപാടികൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ ആഭിമുഖ്യത്തിൽ ഫിസിയോതെറാപ്പി വീടുകളിൽ ചെന്ന് ചെയ്യുന്ന ഒരു പദ്ധതി കൂടി ആരംഭിച്ചിട്ടുണ്ട്. ആ പദ്ധതിയും പഞ്ചായത്തിന്റെ പൂർണ്ണ സഹകരണത്തോടെ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ നമ്മുടെ യുവതീയുവാക്കൾക്കായിട്ടുള്ള കേരളോത്സവം നല്ല രീതിയിൽ തന്നെ മികവാർന്ന രീതിയിൽ തന്നെ നമ്മൾ
പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ 2ാം സ്ഥാനമാണ് നേടിയിരിക്കുന്നത്. അതിലൂടെ തന്നെ കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനും കലാപ്രതിഭകളെ കണ്ടെത്തുന്നതിനും വേണ്ടിയുള്ള മേഖലയായി കേരളോത്സവത്തിനെ മാറ്റി തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കലോത്സവവും നല്ല രീതിയിൽ തന്നെ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിപ്പോരുന്നു. അതേപോലെ വയോജനങ്ങൾക്കായിട്ടുള്ള സംഗമങ്ങൾ, അവരുടെ കലാസൃഷ്ടികളെല്ലാം പഞ്ചായത്ത് പരിപോഷിപ്പിച്ചു കൊണ്ടുപോകുന്നു. അതുപോലെ വനിതകൾക്കായുള്ള വനിതാ കലോത്സവം വരെ വളരെ മികവാർന്ന രീതിയിൽ നമ്മൾ ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പോകുന്നത്. അതേപോലെ തൊഴിലുറപ്പ് മേഖലയിൽ തന്നെ കാർഷിക രംഗത്തെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ ധാരാളം നീർത്തടങ്ങളുണ്ട്, അതിന്റെ സംരക്ഷണതയും അതേപോലെ തന്നെ ധാരാളം തോടുകളുണ്ട്. തോടുകളെല്ലാം നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു ഹിറ്റാച്ചി പ്രൊജക്റ്റ് ഉണ്ട്. അത് വെച്ച് തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ നീർച്ചാലുകൾ സുഗമമായ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുകൊണ്ടും കേസുകൾ നടത്തിക്കൊണ്ടും തന്നെ ഞങ്ങൾ ഈ ഭരണസമിതി കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് നീരൊഴുക്ക് ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 2018 പ്രളയം നമ്മുടെ പഞ്ചായത്തിനെ പൂർണ്ണമായി മുക്കിയ ഒരവസ്ഥ കൂടി നമുക്ക് നിലവിലുണ്ട്. അതുപോലെ തന്നെ കോവിഡ് മഹാമാരി കാലത്തും ആണ് ഈ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ പ്രതിസന്ധികൾക്കിടയിലും ഗവൺമെന്റിന്റെ എല്ലാ പദ്ധതികളും നമ്മൾ പൂർണ്ണതോതിൽ വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. പദ്ധതി ഇനി നമ്മുടെ പ്രവർത്തനങ്ങൾ പശ്ചാത്തല മേഖല റോഡ് വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ധാരാളം റോഡുകളൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ട്, പുതിയ റോഡുകൾ നിർമ്മിക്കുന്നുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിലും. അതേപോലെ തന്നെ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനപ്രതിനിധികളുടെ സഹായത്താലും മറ്റു ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഉള്ളവരെ കൊണ്ട് കിട്ടാവുന്ന ഫണ്ടുകളെല്ലാം വാങ്ങി പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുൾപ്പെടെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ശേഖരണത്തിന് അടക്കം നമ്മുടെ പാലങ്ങളുടെ അടിയിൽ ഉൾപ്പെടെ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നമുക്ക് PWD നിന്ന് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ അടക്കം നമ്മൾ മാലിന്യ മുക്തമാക്കുന്നതിനും അതേപോലെ തന്നെ കളിസ്ഥലങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടി ഉള്ള ഹാപ്പിനെസ് പാർക്കുകൾ നമുക്ക് സാധ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പറഞ്ഞതുപോലെ തന്നെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ നമ്മുടെ പഞ്ചായത്തിൽ ആണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് വേണ്ടി സ്ഥലം വാങ്ങാൻ ഇത്തവണ ബഡ്ജറ്റിൽ നമ്മൾ വകയിരുത്തിയിട്ടുണ്ട്. അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള കെട്ടിടം, മനോഹരമായിട്ടുള്ള കെട്ടിടം നിർമ്മിക്കുക ഈ സാമ്പത്തിക വർഷം തന്നെ നമ്മൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചേന്നമംഗലം പഞ്ചായത്തിൽ തന്നെ 18 വാർഡുകളാണ് ഉള്ളത്. 18 വാർഡുകളിലും വിവിധ ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങൾ ഉൾപ്പെടെ അതേപോലെ തന്നെ പള്ളിപ്പെരുന്നാളുകൾ ഉൾപ്പെടെ പ്രാദേശിക പരിപാടികൾ ഉൾപ്പെടുത്തി ഒരു ടൂറിസം കലണ്ടറിന്റെ തയ്യാറെടുപ്പിലാണ്. വിദേശത്തിലുള്ള ഉൾപ്പെടെ വരുന്ന എല്ലാവർക്കും ഇന്ന ദിവസം നമ്മുടെ പഞ്ചായത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ന ദിവസം ഇവിടെ ആനയുടെ ഉത്സവം, അതേപോലെ തന്നെ പള്ളിപ്പെരുന്നാളിൽ വ്യത്യസ്തമായ രീതിയിലുള്ള ചുവടി ഫെസ്റ്റ് ഉൾപ്പെടെ ഗോപുരത്തില് ചവിട്ട് നാടകം ഉൾപ്പെടെ അതുപോലെ തന്നെ ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് തന്നെ ആഭിമുഖ്യത്തില് നാണയ വിനിമയം നിലനിൽക്കുന്നതിന് മുമ്പ് തന്നെ പാലിയത്തച്ഛന്മാർ നടത്തിക്കൊണ്ടിരുന്ന ബാർട്ടർ സിസ്റ്റം, മാറ്റച്ചന്ത, കൈമാറ്റച്ചന്ത അതിൽ നിന്ന് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലാണ് കുറെ വർഷങ്ങളായിട്ട് ഏറ്റെടുത്ത് നടത്തുന്നത്. വിഷുവിന് തലേ ദിവസം വലിയ മാറ്റമെന്നും വിഷുവിന് തൊട്ടു മുന്നത്തെ 2 ദിവസം മുമ്പ് ചെറിയ മാറ്റമെന്നും അറിയപ്പെടുന്ന രീതിയിലാണ് മാറ്റച്ചന്ത ക്രമീകരിക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് വിൽപ്പന സാധനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഉണക്കമീൻ ഉൾപ്പെടെ മൺചട്ടി, ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ ഈ മാറ്റച്ചന്തയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒരു കാർഷിക ചന്തയും അതുപോലെ തന്നെ വിഷു വിപണിയുമായിട്ടാണ് പഞ്ചായത്ത് 6 നാളുകളായിട്ട് കൊണ്ടുപോകുന്നത്. അത് മറ്റു ഒരു പഞ്ചായത്തിന് കാണാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാറ്റച്ചന്തയിലൂടെ ഞങ്ങൾ ഒരുക്കുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ 6 ദിവസങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൽ വന്നു പോകുന്നത്. ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ ആഘോഷമായിട്ട് ആ മാറ്റച്ചന്തയാണ് മാറിത്തീരുന്നത്. വിദേശികളടക്കം ഈ ചന്ത സന്ദർശിക്കുന്നതിന് ഇവിടെ എത്തുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ സായാഹ്നങ്ങളിൽ പാലിയം ക്ഷേത്ര മൈതാനിയിൽ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിലെ
തന്നെ കലാവിരുന്നുകൾ, പ്രാദേശിക കലാവിരുന്നുകൾ, അതേപോലെ തന്നെ നമ്മുടെ വൈവിധ്യമായ കലകളൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു നാടൻ കലാമേളകൾ ഉൾപ്പെടെ നടത്തിപ്പോകുന്ന ഒരു സായാഹ്നം കൂടി നമ്മൾ സൃഷ്ടിക്കുകയാണ്. അതിലൂടെ നമ്മുടെ പഞ്ചായത്തിലെ കുരുന്നുകളുടെ സർഗശേഷി കണ്ടെത്തുന്നതിനും അതുപോലെ നമ്മുടെ വിവിധ തലങ്ങളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുന്ന ചടങ്ങുകൾ ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിപ്പോരുന്നു എന്നുള്ളതാണ് സവിശേഷത. ധാരാളം ക്ഷേത്രങ്ങൾ, തളി ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ കൂടി നിലനിൽക്കുന്ന ഒരു ഗ്രാമമാണ് ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത്. അതുപോലെ തന്നെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഗ്രാമമായതിന്റെ പേരിൽ തന്നെ ഇപ്പോൾ 5ഓളം വള്ളംകളികൾ നമ്മുടെ പഞ്ചായത്തിൽ നടത്തപ്പെടുന്നുണ്ട്. അതുകൂടാതെ കയാക്കിംഗ് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ, അതേപോലെ തന്നെ കയാക്കിംഗ് ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് കൂടുതൽ സഞ്ചാരികളെ, വിനോദസഞ്ചാരികളെ നമ്മുടെ പ്രദേശത്ത് എത്തിച്ച് ടൂർ ഏജൻസികളെ കൊണ്ട് തന്നെ അത് ഏറ്റെടുത്ത് നമ്മുടെ പ്രദേശത്തിന്റെ ഖ്യാതി വിദേശ രാജ്യത്ത് ഒന്നുകൂടി പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടി നിർമ്മാണശാലയായ വൈപ്പിൻകോട്ട സെമിനാരി നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൽ കോട്ടയ്ക്കോട് തന്നെയാണ് നിലനിൽക്കുന്നത്. അത് ഉൾപ്പെടെ ഇപ്പോ കൈത്തറി ഈ പദ്ധതികളെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി കൈത്തറി ഗ്രാമം പദ്ധതി നമ്മുടെ പഞ്ചായത്തിലാണ് വരുന്നത്. കൈത്തറി ഗവേഷണങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി കാര്യങ്ങൾ വരുമ്പോൾ ഒരു ടൂറിസം സർക്കിൾ രൂപീകരിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു സൈക്കിൾ എടുത്ത് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഈ കേന്ദ്രങ്ങളിൽ ഒരു ദിവസങ്ങളിൽ കണ്ടുപോരാവുന്ന ഒട്ടനവധി പ്രദേശങ്ങൾ, മ്യൂസിയങ്ങളും ചരിത്രപ്രധാനമായ സ്ഥലങ്ങളും കൈത്തറി ഉൽപ്പന്നങ്ങൾ, അതേപോലെ മൺപാത്ര നിർമ്മാണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ എങ്ങനെയാണ് ഇന്നത്തെ തലമുറയ്ക്ക് ആ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നത്, അതുപോലെ കൈത്തറി വസ്ത്രങ്ങൾ, ഭൗമസൂചിയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ചേന്നമംഗലം കൈത്തറിയുടെ ഉണ്ടാക്കുന്ന രീതിയെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് ധാരാളം വിദേശികൾ ഇവിടെ എത്തുന്നുണ്ട്. ഇന്നത്തെ തലമുറ അത് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് കൂടി പ്രചരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ബഡ്ജറ്റിൽ ഉൾപ്പെടെ കൈത്തറിയുടെ പരിശീലനത്തിന് പുതിയ തലമുറയ്ക്ക് കടന്നു വരുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻഗണന അതൊക്കെ നൽകി പോകുന്നുണ്ട്. അതൊക്കെ അടുത്ത പദ്ധതിയിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനുള്ള പരിശ്രമത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. ചേന്നമംഗലം പഞ്ചായത്തിന്റെ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് മാട്ടുപുറം പാലത്തിന്റെ ഭരണാനുമതി കിട്ടി മണ്ണ് പരിശോധന ഉൾപ്പെടെ കഴിഞ്ഞ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിലാണ്. അതുപോലെ തന്നെ പഴമ്പള്ളിത്തിരുത്ത് പാലത്തിന് സമാന്തര പാലത്തിനുള്ള മണ്ണ് പരിശോധനയും കഴിഞ്ഞു. ചേന്നമംഗലം പാലിയങ്കടവ് CP തിരുത്തിലേക്കുള്ള പാലത്തിന്റെ മണ്ണ് പരിശോധനകൾ നടന്നു. 3 പാലങ്ങളുടെ മണ്ണ് പരിശോധന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഉടനടി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അതുകൂടാതെ ബഡ്ജറ്റിൽ തന്നെ തെക്കേത്തിരുത്ത് പാലത്തിനും കുറുമ്പത്തിരുത്ത് പാലത്തിനും കൂടി നമുക്ക് ബഡ്ജറ്റിൽ അലോക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഒരു പഞ്ചായത്തിനും ഇത്രയധികം പദ്ധതിയിൽ പാലങ്ങൾ അനുവദിക്കുന്ന ഒരു സാഹചര്യം നിലവിൽ കണ്ടിട്ടില്ല. ഈ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കുന്നതോടുകൂടി ജനങ്ങളുടെ യാത്രാ സൗകര്യവും വിനോദസഞ്ചാര മേഖലയ്ക്കും ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിന് നമ്മുടെ കേരള സർക്കാർ നമ്മുടെ പഞ്ചായത്തിനെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ കൂടുതൽ വ്യാപ്തി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കൂടി ആയിക്കഴിയുന്നതോടുകൂടി തന്നെ നമുക്ക് ടൂറിസം രംഗത്ത് അനുബന്ധമായി നിൽക്കുന്നവർക്ക് ഒരു വളർച്ച ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അത് സ്വകാര്യ വ്യക്തികൾക്ക് ഉൾപ്പെടെ അതിന്റെ നേട്ടങ്ങൾ ഉണ്ടാകും. പൊതുജനങ്ങൾക്കും അതുകൊണ്ടുള്ള നേട്ടങ്ങൾ വരുന്നതിലൂടെ പഞ്ചായത്തിനും അതൊരു വരുമാന മാർഗമായി മാറുന്നത് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കാര്യക്ഷമമായ പശ്ചാത്തല വികസന മേഖലയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ടൂറിസം രംഗത്തു നിന്നുള്ള വളർച്ച അനുഗുണമായി മാറുമെന്നാണ് നമ്മുടെ ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആണ് ഞാൻ. എൻ്റെ പേര് ഗോപകുമാർ എന്നാണ്. ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ നമ്മൾ
പ്രത്യേകിച്ച് 2018 വൻ പ്രളയവുമായി ബന്ധപ്പെട്ട് ആ സംഭവം നടന്നതിന് ശേഷമുണ്ടായ ഒരുപാട് നാശനഷ്ടങ്ങളും മറ്റും സംഭവിക്കുകയും തുടർന്ന് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ജീവനക്കാരും ജനപ്രതിനിധികളും വളരെ കൂട്ടായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ട് പഞ്ചായത്തിനെ വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തന്നെ പൂർവ്വസ്ഥിതിയിലാക്കിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായി നടക്കുന്ന രീതിയിലേക്ക് നമ്മൾ പഞ്ചായത്ത് എത്തിയിട്ടുണ്ട്. ചേന്നമംഗലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ പ്രധാന വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്നത് നമ്മുടെ കൈത്തറി വ്യവസായമാണ്. ചേന്നമംഗലം കൈത്തറി ആഗോള പ്രശസ്തമാണ്. ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ പദ്ധതി രേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലയിൽ വളരെ നല്ല രീതിയിലുള്ള പദ്ധതി നിർവ്വഹണ പ്രവർത്തനങ്ങളും പ്ലാൻ ഫണ്ട് ഉൾപ്പെടെയുള്ള പദ്ധതി തുക വിനിയോഗിക്കുന്ന കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നടത്തിയിട്ടുണ്ട്. പദ്ധതി ഇനത്തിൽ പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ള തുകയിൽ ജനറൽ ഇനത്തിൽ 98.96% തുക പഞ്ചായത്ത് ചെലവഴിച്ചിട്ടുണ്ട്. പദ്ധതി ഇനത്തിൽ ലഭിച്ച തുകയിൽ 98.96 രൂപ ചെലവഴിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ജനറൽ ഉൾപ്പെടെ മെയിൻ്റനൻസ് ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളിൽ പദ്ധതിയിലും പഞ്ചായത്തിൻ്റെ പുരോഗതി നല്ല രീതിയിൽ പദ്ധതി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഏകദേശം 80.41% എക്സ്പെൻഡിച്ചർ ആണ് പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ കൊല്ലം നിലവിലുണ്ട്. പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ലൈഫ് ഭവന പദ്ധതിയിൽ വളരെ കാര്യമായിട്ടുള്ള പുരോഗതി പഞ്ചായത്ത് ഇതിനോടകം കൈവരിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് 112 വീടുകൾ ലൈഫ് ഗുണഭോക്താക്കൾക്ക് 112 വീടുകളുടെ താക്കോൽദാന കർമ്മം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ആഴ്ച പഞ്ചായത്തിൽ നടത്തുകയുണ്ടായി. തുടർന്ന് ഈ പഞ്ചായത്തിന്റെ നമ്മുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളിൽ ആ വീട് അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ ലൈഫിന്റെ ബാക്കി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് കാര്യക്ഷമമായിട്ട് തന്നെ നടത്തി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ KSRTCയുമായി ചേർന്നുകൊണ്ടുള്ള ഗ്രാമവണ്ടി എന്ന് പറയുന്ന പഞ്ചായത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും പരാധീനതകൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയും ഈ ഗ്രാമീണ മേഖലയിലെ ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമായിരുന്നു. അതിനെ തുടർന്ന് പഞ്ചായത്ത് ഗ്രാമവണ്ടി KSRTCയുമായി ചേർന്ന് ഗ്രാമവണ്ടി ഈ പഞ്ചായത്ത് പ്രദേശത്ത് സർവീസ് നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ വരുമാനം പഞ്ചായത്തിൽ നിന്നും ഓൺ ഫണ്ട് തനത് വരുമാനം മാറ്റിവെച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ ബോട്ട് സർവീസുകൾ കാരണം പഞ്ചായത്തിനെ സംബന്ധിച്ച് നദികളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. പഞ്ചായത്തില് പല ഭാഗത്തും സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫെറി സർവീസ് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിന്റെ ചെലവ് പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും വളരെ കാര്യക്ഷമമായിട്ട് തന്നെ നടത്തി വരുന്നുണ്ട്. പഞ്ചായത്തിന്റെ തനത് വരുമാനം വളരെ പരിമിതമായിട്ടുള്ള തനത് വരുമാനത്തിനിടയിലും പഞ്ചായത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇല്ലാതെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഈ ഫെറി സർവീസ് ഉത്തമ മാതൃകയാണ്. അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് ഇനത്തിൽ നേരത്തെ പറഞ്ഞ 1,74,67,000 രൂപ വരവ് ലഭിച്ചതിൽ 1,72,54,997 രൂപ പഞ്ചായത്ത് പ്ലാൻ ഫണ്ട് ഇനത്തിൽ വിനിയോഗിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങൾ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയോജനങ്ങളുടെ ക്ഷേമത്തിലും പഞ്ചായത്ത് വളരെ കാര്യമായിട്ടുള്ള പ്രാധാന്യം നൽകി വരുന്നു. വയോജനങ്ങൾക്കായി പകൽ വീട് പദ്ധതി പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. ആ വയോജനങ്ങളുടെ പകൽ വീട് പദ്ധതി എല്ലാ വർഷത്തെയും പ്രോജക്റ്റിൽ നിന്നും കാര്യക്ഷമമായിട്ടുള്ള ഒരു തുക വളരെ വിനിയോഗിച്ചുകൊണ്ട് ഈ വർഷത്തെ ഉൾപ്പെടെ നടപ്പ് വർഷത്തെ ഉൾപ്പെടെ പഞ്ചായത്ത് ഈ വയോജന ക്ഷേമത്തിന് വേണ്ടിയും പകൽ വീടിന്റെ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കായിട്ടും പഞ്ചായത്ത് പദ്ധതി ഇനത്തിൽ മാറ്റിവെച്ചിട്ടുള്ളതാണ്. ചുരുക്കത്തിൽ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ സമസ്ത മേഖലകളിലും വനിതാക്ഷേമം കുടുംബശ്രീ യൂണിറ്റുകളുടെ കാര്യത്തിലായാലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ധാരാളം കുടുംബശ്രീ യൂണിറ്റുകൾ പഞ്ചായത്തിൽ നിലവിലുണ്ട്.
ഈ പഞ്ചായത്തിലെ മൊത്തത്തിൽ വികസന പ്രവർത്തനങ്ങളിൽ വളരെയധികം കാര്യക്ഷമമായിട്ടുള്ള പുരോഗതി കൈവരിക്കുന്നതിനും ഈ ഒരു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലും പഞ്ചായത്തിന് സാധിച്ചിട്ടുള്ളതാണ്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പഞ്ചായത്തിന്റെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളുടെ പ്രവർത്തനമാണ്. മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളുമായി ബന്ധപ്പെട്ട് 18 വാർഡുകളിലായി 36 ഹരിതകർമ്മ സേനാംഗങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. 2023 മാർച്ചിൽ യൂസർ ഫീ ഇനത്തിൽ 60,300 രൂപ ആയിരുന്നത് 2025 മാർച്ച് ആയപ്പോൾ 4,51,280 രൂപ യൂസർ ഫീ ആയിട്ട് വർദ്ധിപ്പിക്കുന്നതിന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഫലപ്രദമായി പ്രവർത്തിച്ചുകൊണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേക അഭിനന്ദനാർഹമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ നിർവഹിച്ചു വരുന്നത്. മാലിന്യ നിർമ്മാർജ്ജനം പഞ്ചായത്ത് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ കാണുന്നുണ്ട്. യൂസർ ഫീ ഇനത്തിൽ 88% പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 100% സർവീസും പഞ്ചായത്ത് നൽകി വരുന്നുണ്ട്. അതുപോലെ തന്നെ മാലിന്യവുമായി ബന്ധപ്പെട്ട് മലിനീകരണ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പൊതുയിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ വളരെ ഗൗരവകരമായി പഞ്ചായത്ത് കാണുകയും അതിന് ആവശ്യമായിട്ടുള്ള പിഴ ചുമത്തുന്ന കാര്യത്തിലും പഞ്ചായത്ത് പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നിരവധി പേർക്ക് ഇതുമായി ബന്ധപ്പെട്ട് അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ടുള്ള ഈ പ്രവർത്തനത്തിന് പിഴ പഞ്ചായത്ത് ഈടാക്കിയിട്ടുള്ളതാണ്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് മലിനീകരണ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സദാ നിരന്തരം പഞ്ചായത്ത് ഈ മലിനീകരണ പ്രശ്നം പരിശോധിച്ചു വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയും ആ പഞ്ചായത്തിന്റെ മാലിന്യമുക്ത പദവി പഞ്ചായത്തിന്റെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചിട്ടുള്ളതും പഞ്ചായത്തിന്റെ മാലിന്യമുക്ത പദവി നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ജീവനക്കാരും ജനപ്രതിനിധികളും അതുപോലെ ഹരിതകർമ്മ സേനാംഗങ്ങളും കൂട്ടായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനം നടത്തി വരുന്നു. പഞ്ചായത്തിലെ പൊതുസ്ഥലങ്ങളിൽ ബിന്നുകളും ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ പൊതുസ്ഥലങ്ങൾ അതുപോലെ തന്നെ MCF-കൾ ഈ വർഷത്തെ പ്രോജക്റ്റിൽ ഉൾപ്പെടെ MCF-കൾക്കായിട്ട് തുക മാറ്റി വെച്ചിട്ടുള്ളതാണ്. ചുരുക്കത്തിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിൽ വളരെ കാര്യക്ഷമമായിട്ടുള്ള പുരോഗതി കൈവരിക്കുന്നതിന് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ടൂറിസം മേഖലയാണ് ചേന്ദമംഗലം. ആ ടൂറിസം മേഖലയിൽ ആണെങ്കിൽ പോലും പഞ്ചായത്തിന്റെ മാലിന്യ പ്രശ്നത്തിലും വളരെയധികം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തനം നടത്തുകയും ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനങ്ങളിൽ എല്ലാ വാർഡിലെയും ജനപ്രതിനിധികളും ആ പ്രദേശത്തുള്ള പ്രധാന വ്യക്തികളുടെയും സഹായ സഹകരണം വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെ ഉള്ളവരുടെ സഹായ സഹകരണത്തോടുകൂടി ഈ പ്രവർത്തനം കാര്യക്ഷമമായി പഞ്ചായത്ത് നിർവഹിച്ചു വരുന്നു. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിലെ ഈ പ്രവർത്തനങ്ങളുടെ നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലീന വിശ്വൻ അവരുകളാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നതിൽ ജീവനക്കാരും പഞ്ചായത്ത് ഭരണസമിതിയും ഒറ്റക്കെട്ടായി കൈകോർത്തുകൊണ്ട് തോളോട് തോൾ ചേർന്നുകൊണ്ടുള്ള ഈ പ്രവർത്തനം നടത്തി വരുന്നു. ചുരുക്കത്തിൽ പഞ്ചായത്തിന്റെ ഈ വികസന നേട്ടങ്ങൾ, പഞ്ചായത്ത് കൈവരിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്തുന്ന കാര്യത്തിലും പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണ്. ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് വനിതാ കലോത്സവം, ഭിന്നശേഷി കലോത്സവം, ബാലസഭാ കലോത്സവം, അങ്കണവാടി കലോത്സവം, വയോജന സൗഹൃദ മേള ഈ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ അരികുവൽക്കരിച്ച എല്ലാവരെയും ചേർത്ത് നിർത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു മാനസികമായ സന്തോഷം ഈ ഭരണസമിതിക്ക് ഉണ്ട് എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. നിരവധി നൂതന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളെയും അവരുടെ മാനസിക ഉല്ലാസങ്ങൾക്ക് വേണ്ടി നിരവധിയായിട്ടുള്ള കലോത്സവങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടും വരുന്ന കാലഘട്ടത്തിൽ ഇത് തുടർന്ന്
ചേന്ദമംഗലത്തിനെ ഒരു നല്ല മാതൃകാ പഞ്ചായത്താക്കി മാറ്റുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടാണ് ഈ ഭരണസമിതി പടിയിറങ്ങുന്നത് എന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അത് തുടർന്ന് ജനങ്ങളുടെ സഹകരണത്തോടെ ചേന്ദമംഗലത്തിനെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.